അങ്ങനെ തിയേറ്ററുകളിൽ പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിക്കൊണ്ട് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം റിലീസായി. ജയ 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 ഹേ പോലെ ഒരു ഹിറ്റ് ചിത്രം ഒരുക്കിയ വിപിൻ ദാസിൽ നിന്നും മറ്റൊരു ചിത്രം എത്തുമ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷിക്കും. ആ പ്രതീക്ഷകൾക്കൊന്നും യാതൊരു കോട്ടവും തട്ടാതെ തുടക്കം മുതൽ അവസാനം വരെ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു സിമ്പിൾ മൂവിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഇതിൽ ഓരോ കഥാപാത്രങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടെന്നുള്ളതാണ് പ്രധാനം. എല്ലാ കഥാപാത്രങ്ങളുടെയും കഥാപാത്ര രൂപീകരണം ഗംഭീരമായിരുന്നു. എടുത്തു പറയേണ്ടത് പൃഥ്വിരാജിന്റെയും ബേസിൽ ജോസഫിന്റെയും കഥാപാത്രങ്ങളെയാണ്. മുൻപ് പലരും അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ് പൃഥ്വിരാജിന് കോമഡി അത്ര വഴങ്ങില്ല എന്നുള്ളത്. പക്ഷേ ഈ ചിത്രത്തിലുടനീളം പൃഥ്വിരാജിന്റെ പ്രകടനമാണ് ഓരോരുത്തരെയും പൊട്ടിച്ചിരിപ്പിച്ചത്. മാത്രമല്ല തന്റെ കഥാപാത്രത്തോട് 100% നീതി പുലർത്തുന്ന തരത്തിലായിരുന്നു പൃഥ്വിരാജിന്റെ അഭിനയവും. കുറെ കാലത്തിന് ശേഷമാണ് ഒരു കോമഡി റോളിലേക്ക് പൃഥ്വിരാജ് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ താരത്തെ നന്നായി ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. സിനിമയുടെ മീറ്ററിനനുസരിച്ച് തന്നെ സ്ക്രീനിൽ പൃഥ്വിയുടെ ആനന്ദൻ ഗംഭീരമാകുന്നുണ്ട്. അതുപോലെ തന്നെ ബേസിൽ ജോസഫ് കോമഡി രംഗങ്ങൾ തനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് നേരത്തെ തെളിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ പോലും ഇത്തവണത്തെ പ്രകടനം ശരിക്കും തിയേറ്റർ ഇളക്കി മറിക്കുന്നതായിരുന്നു. പിന്നെ മറ്റ് സിനിമകളെ പോലെ ഒരു താത്വികമായ അവലോകനമൊന്നും ഈ സിനിമയിൽ നടത്താനില്ല. വളരെ സമാധാനമായിട്ട് സിനിമയുടെ ആ ഒഴുക്കിനൊപ്പം പോകാം. 2 മണിക്കൂർ മനസ്സിൽ യാതൊരു ടെൻഷനും ഇല്ലാതെ ചിരിക്കാം. ഒരു സമയത്ത് തിയേറ്ററുകളിൽ സ്ഥിരം ആളെ കയറ്റുന്ന ചിത്രങ്ങളായിരുന്നു കോമഡി ഡ്രാമ ചിത്രങ്ങൾ. വീണ്ടും ആ പഴയ ട്രാക്കിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോവുകയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം. ചിലർക്കെങ്കിലും ചില സീനുകളിൽ ചെറിയ ലാഗോ ബോറടിയോ തോന്നിയേക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരിക്കലും പണം മുടക്കി തിയേറ്ററിലെത്തുന്നവരെ നിരാശപ്പെടുത്തില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. സിനിമയിലെ കാസ്റ്റിങ്ങിനെ കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം ഓരോ കഥാപാത്രവും അത്രയും മികച്ച രീതിയിലാണ് ഓരോ അഭിനേതാവും അവതരിപ്പിച്ചിരിക്കുന്നത്. സിറ്റുവേഷൻ കോമഡി അടുത്ത കാലത്ത് നന്നായി ഉപയോഗിച്ചിരുന്ന ഒരു ചിത്രം കൂടിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. കുഞ്ഞിരാമായണം പോലുള്ള കോമഡി വിജയ ചിത്രങ്ങളുടെ രചയിതാവായ ദീപു പ്രദീപിന്റെ എഴുത്ത് തന്നെയാണ് ഈ ചിത്രത്തിന്റെ നട്ടൽ എന്ന് പറയാം. കൂടാതെ മറ്റ് താരങ്ങളായ നിഖില വിമൽ, അനശ്വര രാജൻ, ജഗദീഷ്, രേഖ, ഇർഷാദ്, സിജു സണ്ണി, സഫാൻ, കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, ബൈജു തുടങ്ങിയ താരങ്ങൾ ചിത്രത്തിന്റെ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തിന് ചേർന്ന രീതിയിൽ ഗംഭീരമാക്കിയിട്ടുണ്ട്. തമിഴ് താരം യോഗി ബാബുവിന്റെ മലയാള സിനിമയിലേക്കുള്ള അരങ്ങേറ്റം കൂടിയാണ് ഈ ചിത്രം. അതുപോലെ അങ്കിത് മേനോന്റെ സംഗീതം ചിത്രത്തിന് ചേരുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായ കൃഷ്ണ ഗാനത്തിനും K4 കല്യാണത്തിനും പുറമെ ചിത്രത്തിലുള്ള പാട്ടുകൾ പടത്തിന്റെ ഒഴുക്കിനൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. അനാവശ്യമായ റൊമാൻറ്റിക്കോ കോമഡി സോങ്സോ അങ്ങനെ ഒന്നും തന്നെ ചിത്രത്തിലില്ല. എല്ലാം സിനിമയോട് യോജിച്ച് ഒഴുക്കിനൊപ്പം തന്നെ പോകുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, സിനിമ കാണുമ്പോൾ 90കളിലെ കൺഫ്യൂഷൻ കോമഡി ഫോർമാറ്റിലുള്ള ഒരു ചിത്രമായി തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പഴയ കാലഘട്ടത്തിലേക്കൊന്നും സിനിമ പോകുന്നില്ല. മൊത്തത്തിൽ ഒരു ന്യൂജൻ ചിത്രം തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. പൃഥ്വിരാജ്, ഗുരുവായൂർ ഇത് രണ്ടും കേൾക്കുമ്പോൾ സ്വാഭാവികമായി മനസ്സിൽ വരുന്നൊരു ചിത്രമാണ് നന്ദനം. നന്ദനത്തിന്റെ റെഫറൻസ് ഒക്കെ ഗംഭീരമായി തന്നെ ഈ ചിത്രത്തിലുണ്ട്. എന്തായാലും മലയാള ബോക്സ് ഓഫീസിൽ ഹിറ്റുകൾ നേടിയ 2024 മറ്റൊരു കോമഡി ഫാമിലി ചിത്രം കൂടി വിജയത്തിളക്കത്തിൽ എത്തിക്കഴിഞ്ഞു.